സെപ്റ്റംബർ 20 വെള്ളിയാഴ്ച. ലൂക്ക 8 അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ. ഐക്യരാഷ്ട്രസഭയിലെ ഒരു സർവേ കാണിക്കുന്നത് ലോക ജനസംഖ്യയുടെ 50% സ്ത്രീകളാണെന്നാണ്. അവരിൽ തൊഴിലിൻ്റെ കാര്യത്തിൽ 30% സ്ത്രീകളാണ്. എന്നാൽ അവർ 60% ജോലി സമയം ചെലവഴിക്കുന്നു. ലോക വരുമാനത്തിൻ്റെ 10% മാത്രമേ അവർ സമ്പാദിക്കുന്നുള്ളൂ. എന്നാൽ ആ 10%-ൻ്റെ 1% പോലും കൈവശം വയ്ക്കാൻ സാധിക്കുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് സ്ത്രീകൾ എങ്ങനെ യേശുവിൻ്റെ മിഷൻ ദൗത്യം പിന്തുണച്ചെന്ന് നമ്മൾ കാണുന്നു. യേശുവിനോടൊപ്പം യാത്ര ചെയ്തിരുന്ന പല സ്ത്രീകളും ഉണ്ടായിരുന്നു. അവർ ചിലരുടെ പേരുകൾ ഇന്നത്തെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. മേരി മഗ്ദലൻ, ജോവാന, സൂസാന. ദുരാത്മാക്കളെ ഇവരിൽ നിന്ന് പുറത്താക്കി അവരുടെ ബലഹീനത സുഖപ്പെടുത്തിയ യേശു ഈ സ്ത്രീകളെ ശുശ്രൂഷിച്ചു. നന്ദി സൂചകമായി അവർ യേശുവിനോടൊപ്പം യാത്ര ചെയ്യുകയും യേശുവിനും അവൻ്റെ ശിഷ്യന്മാർക്കും ആവശ്യമായ ഭക്ഷണം നൽകുകയും ചെയ്തു. വളരെ വ്യക്തമായ രീതിയിൽ അവരുടെ സാമ്പത്തിക പിന്തുണയിലൂടെ ഈ സ്ത്രീകൾ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഒരു സുപ്രധാന ഭാഗവാക്കാകുന്നു. കർശനമായ പുരുഷാധിപത്യ സമൂഹത്തിലെ യേശു ആ പാരമ്പര്യം ലംഘിക്കുകയും സ്ത്രീകൾക്ക് അർഹമായ ഒരു മാന്യത നൽകുകയും ചെയ്തു. തൻ്റെ ദൗത്യത്തിൽ അവർക്കൊരു പങ്ക് നൽകി. തീർച്ചയായും ഇൻക്ലൂസീവ് എന്ന വാക്ക് ഒരു പുതിയ ആശയമല്ല. യേശു അത് പ്രായോഗികമായി പ്രയോഗിച്ചു. ദൈവരാജ്യത്തിൽ ആരും ഒഴിവാക്കപ്പെടുന്നില്ല. യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിക്കുന്ന ഏതൊരാളും ഒരു ശിഷ്യനാണ്. ഇന്ന് യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ച വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ആളുകൾക്ക് സഹായം ചെയ്യാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അത് ഒരു സംഭാവന നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ അയൽക്കാരനെ ഒരു ആവശ്യത്തിന് സഹായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പള്ളിയും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വിഷമങ്ങൾ കേൾക്കാൻ സമയം കൊടുത്തോ ഇത് നമുക്ക് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നാം യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് അവകാശപ്പെടുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ നമ്മൾ അവൻ്റെ അനുയായികളാണെന്ന് തിരിച്ചറിയുമോ? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.